അവിടെ ചെന്നതേ ഇത്രയുള്ള സാധനം ഇരിക്കും. ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂ ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ ചോദിക്കുമോ, നമ്മളെ എവിടെയൊക്കെ നോക്കും. അപ്പൊ എല്ലാവരും വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ട്. ചേച്ചി തള്ളച്ചി ലുക്കായല്ലോ, ചേച്ചി തടിച്ചല്ലോ. എനിക്ക് പീരീഡ്സ് ആവുന്നത് ഇപ്പൊ എനിക്ക് ലാസ്റ്റ് ആയത് എനിക്കിപ്പോ ഓഗസ്റ്റിലായാലും സെപ്റ്റംബറിലാകത്തില്ല. ഞാനാണെങ്കിൽ പച്ചവെള്ളം എന്ത് കുടിച്ചാലും തടി വെക്കുന്ന ഒരാളായിരുന്നു. ഈ ഒരു കഴുത്തിന്റെ ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഇവിടെ ബോഡി ആക്നെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ വരുന്ന ഒന്നല്ലെങ്കിൽ രണ്ട് കമന്റ് ഇതായിരിക്കും. ചേച്ചി വെയിറ്റ് ഗെയിൻ വീഡിയോടോ എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത്? എൻ്റെ ലൈഫിലൊരു ഭയങ്കര വലിയൊരു വിഷമമുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പം എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ആദ്യമേ എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ഭയങ്കര സ്ലിം ആയിട്ടാണ് ഇരുന്നത്. ലൈക്ക് ഒരു വര ഇങ്ങനെ വരച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഞാൻ. അതിൻ്റെ അകത്ത് നിന്നും ഇപ്പോൾ ഒരു കുറച്ച് മാസം, ഒരു 4, 5, 6 മാസം കൊണ്ട് ഞാൻ ഗെയിൻ ചെയ്ത വെയിറ്റ് പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതമാണ്. പണ്ടൊക്കെ ഞാൻ വെയിറ്റ് ഗെയിനിന് വേണ്ടി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് എനിക്കിങ്ങ് തടി വെച്ചു. അപ്പോൾ എനിക്ക് റീസൺ എന്തെന്ന് അറിയാൻ വയ്യ. ഒന്നാമത്തെ കാര്യം, അറ്റ്ലീസ്റ്റ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ നല്ലവണ്ണം ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ട് എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ വന്നു തുടങ്ങി. എനിക്ക് പീരീഡ്സ് ആവുന്നത് ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് ആയത് എനിക്കിപ്പോൾ ഓഗസ്റ്റിലായാലും സെപ്റ്റംബറിലാകത്തില്ല, ഒക്ടോബറിലായാലും നവംബറിലാകത്തില്ല, ഡിസംബറിലായാലും ജനുവരിയിലാകത്തില്ല. ഇങ്ങനെയാണ് എൻ്റെ പീരീഡ്സ് പോകുന്നത്. അതായത് വൺസ് ഇൻ എവറി മന്ത് ആണ്. എനിക്ക് എല്ലാ മാസവും ആവത്തില്ല. ഒരു മാസം സ്കിപ്പ് ചെയ്ത് പോകും. ഇന്നാണ് ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോകുന്നത്. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂ ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ ചോദിക്കുമോ, നമ്മളെ എവിടെയൊക്കെ നോക്കും, നമ്മളെ പരിശോധിക്കുമോ, നാണക്കേടാവോ. എനിക്ക് ഭയങ്കര ഷൈ ടൈപ്പ്. എനിക്ക് അങ്ങനെ ഇതൊരു നമ്മളങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ സെക്യൂർ ആക്കി ആരോട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഭയങ്കര ഒരു മടിയായിരിക്കും. ഇവൻ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമെങ്കിൽ ഇപ്പോൾ ഒരു പുറത്തൊരു ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി എങ്ങനെ ഇതൊക്കെ പറയാനൊരു മടി എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കും ആക്ച്വലി ഇത് ഉണ്ടായിരുന്നു. പക്ഷേ ഡേറ്റ് ഇങ്ങനെ ഡിലേ ആവും തോറും എനിക്ക് ഇതായി തുടങ്ങി, എന്തോ ഒരു വശപ്പശക്കുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറിനെ കാണാൻ തന്നെ തീരുമാനിച്ചു. ഇന്ന് രാവിലെ വൃത്തിയായി ഡോക്ടറിനെ കാണാനായിട്ട് പോയി. എനിക്കറിയാം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ വെയിറ്റ് ഗെയിൻ്റെ വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വെയിറ്റ് ഗെയിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. കാരണം എനിക്ക് എങ്ങനെയാണ് സ്ലിം ആയ ഞാൻ തടിച്ചെന്നുള്ളത് എനിക്ക് നല്ല രീതിക്ക് വർക്കൗട്ടും ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്തായാലും തടി കൂട്ടാൻ പറ്റും. ഞാനാണെങ്കിൽ പച്ചവെള്ളം എന്ത് കുടിച്ചാലും തടി വയ്ക്കുന്ന ഒരാളായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇത്രയും തടി വയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും തടി വയ്ക്കാനുള്ള റീസൺ എൻ്റെ ഹെൽത്ത് കണ്ടീഷനാണ്, അല്ലാതെ വർക്കൗട്ടും കാര്യങ്ങളൊന്നുമല്ല. ഒരു പരിധി വരെ ഞാൻ വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ആ ടച്ച് പോയി. ഏകദേശം 1 വർഷത്തോളം കാലം ഞാൻ വർക്കൗട്ടേ ചെയ്തിട്ടില്ല, ഫുഡായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കണ്ണിക്കണ്ട എല്ലാം മാറി വലിച്ച് തിന്നു. എൻ്റെ സിറ്റുവേഷൻ ഇപ്പം ഇങ്ങനെയാണ്. വെയിറ്റ് നല്ലോണം കൂടി ഒരു 59-60 kg വരെ ആയി. ഇന്നത്തെ കറണ്ട് എൻ്റെ വെയിറ്റ് 60.25 ആണ് എൻ്റെ ഒറിജിനൽ വെയിറ്റ്. എനിക്ക് ഫേസിലും ചെസ്റ്റിൻ്റെ സൈഡിലും വയറിൻ്റെ അവിടെയൊക്കെ നല്ല ബ്ലോട്ടിങ് പോലെ നല്ല രീതിക്ക് എനിക്ക് ഫാറ്റ് ഉണ്ട്. ഭയങ്കര ഞാൻ ധൈര്യം സംഭരിച്ച് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി. ആറ്റിങ്ങൽ അമർ ഹോസ്പിറ്റൽ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. ഈ ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും അപ്പോയിൻമെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഡേറ്റ് സ്കിപ്പ് ആയ കാര്യമൊക്കെ പറഞ്ഞാൽ ആദ്യം പുള്ളിക്കാരി വിളിച്ചിട്ട് നമ്മളെ വെയിറ്റ്, BP നോക്കി, വെയിറ്റ് നോക്കി, കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് പിന്നെ തിരിച്ചു വിട്ടിട്ട് മൂത്രം ഒഴിച്ചിട്ട് വരാൻ പറഞ്ഞു. പിന്നെ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ പോയപ്പോഴത്തേ എൻ്റെ ഇരിക്കുന്നു ഒരു ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. എത്ര മാസം സ്കിപ്പായി, പീരീഡ്സ് എങ്ങനെ സ്കിപ്പായി, എന്തൊക്കെ ഫുഡ് കഴിക്കുന്നത്, ലൈഫ് സ്റ്റൈൽ മാറിയോ, അങ്ങനെ കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ ഞാൻ ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് വിളിച്ചു. അവിടെ ചെന്നതേ ഇത്രയുള്ള സാധനം ഇരിക്കും. ഞാൻ വരെ പേടിപ്പിക്കാൻ പറയല്ല, അത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടാണ് PCOD അവർ സ്കാൻ ചെയ്ത് നോക്കുന്നത്. കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും ഇറഗുലർ പീരീഡ്സോ ബോഡി വെയിറ്റ് ഗെയിനോ അല്ലെങ്കിൽ വെയിറ്റ് ലോസോ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലേ തന്നെ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലേറ്റായിട്ട്, എനിക്ക് സിവിയർ ആയിട്ട് PCOD ഉണ്ട്. ഞാൻ ഇത്രയും ലേറ്റായിട്ട് ഡോക്ടറിനെ കണ്ടുകൊണ്ടാണ് എനിക്കത് ഇത്ര വലിയ ഇഷ്യൂ ആയത്. ഫുഡ് കൺട്രോൾ ചെയ്യണം, നമ്മൾ ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കണം, ഷുഗർ കുറയ്ക്കണം, ചിക്കനൊക്കെ കഴിക്കാം, പക്ഷെ ഓയിലായിട്ട് കഴിക്കരുത്. ഗ്രില്ലൊക്കെ ചെയ്ത് കഴിക്കാം. ഓയിലി ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക.
അങ്ങനത്തെ കാര്യങ്ങൾ. പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം കുറയ്ക്കുക. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ പുറത്ത് കടയിൽ പോയി കഴിക്കുമ്പോൾ അവരെന്തൊക്കെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നതെന്നും എന്തൊക്കെ ഓയിൽ ഉപയോഗിക്കും നമുക്ക് അറിയത്തില്ല. അപ്പം മാക്സിമം വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ നോക്കുക. ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കുക. പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ഞാൻ 1-2 ആഴ്ചയായി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ്. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാതെ എനിക്ക് ഒരിക്കലും PCOD കുറയത്തില്ല എന്നാണ് പറഞ്ഞത്. ഗുളിക തന്നു, എല്ലാം തന്നു, ടെസ്റ്റ് ചെയ്തു, തൈറോയിഡും എല്ലാം നോക്കിയിട്ടുണ്ട്. തൈറോയിഡിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പം ഇതെല്ലാം ചെക്ക് ചെയ്ത് ഡോക്ടർ പറഞ്ഞത് വെയിറ്റ് ലോസ് ചെയ്തോ, വെയിറ്റ് ലോസ് ചെയ്യാതെ നമുക്ക് PCOD കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, തടി കുറയ്ക്കണം, നടക്കാൻ പോകണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. ചിലപ്പോഴൊക്കെ എനിക്ക് 1 വീക്ക് 2 വീക്ക് ഒക്കെ ആയിരുന്നു ഡിലേ ആയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് 1 മന്ത് ഒക്കെ ആവാൻ തുടങ്ങി. ചിലർക്ക് 2 മന്ത്സ് 3 മന്ത്സ് 4 മന്ത്സ് കൂടുമ്പോൾ ഡേറ്റ് ആവുന്നവരുണ്ട്. അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണുക. പിന്നെ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു പെയിൻ വരത്തില്ല, ഓർ ബ്ലീഡിങ് വരത്തില്ല. എനിക്ക് 1 2 3 4 ഡേയ്സിൽ ഡേറ്റ് കാണും. 4-5 ദിവസം കഴിയുമ്പോൾ അത് തനിയെ തന്നെ കളർ കുറഞ്ഞ് പിന്നെ പീരീഡ്സ് അങ്ങ് നിൽക്കും. അങ്ങനെയാണ് എനിക്ക് നോർമലി ഉള്ളത്. എനിക്ക് പീരീഡ്സിനെ കൊണ്ട് അത്ര വലിയ ഇഷ്യൂസ് ഒന്നും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വയറുവേദന എടുത്ത് കിടന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ എനിക്കങ്ങനെ പീരീഡ്സിനെ കൊണ്ട് അങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് സിവിയർ ആയിട്ട് PCOD എനിക്ക് ഡയഗ്നോസ് ചെയ്തത്. വെയിറ്റ് ഗെയിൻ നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവരും വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ട്. ചേച്ചി തള്ളച്ചി ലുക്കായല്ലോ, ചേച്ചി തടിച്ചല്ലോ. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി. അതായത് ഡെയിലി കോളേജിൽ പോകുമ്പം നടന്ന് 1-2 കിലോമീറ്ററെങ്കിലും നടക്കുന്ന ഞാൻ, 2 കിലോമീറ്റർ 1 സൈഡ് നടക്കുന്ന ഞാൻ ഇപ്പൊ കുറച്ച് നാളുകൊണ്ടായിട്ട് ഇവിടെ നിന്ന് വീട്ടിൽ നേരെ വണ്ടി കയറുന്നു, വണ്ടിയിൽ നിന്ന് നേരെ നമ്മുടെ ലൊക്കേഷനിൽ ഇറങ്ങുന്നു, എന്തെങ്കിലും ഷോപ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും ഇറങ്ങുന്നു, അവിടെ നേരെ തിരിച്ച് വണ്ടി കയറുന്നു, തിരിച്ച് വീട്ടിൽ കയറുന്നു. നടക്കുന്ന പറഞ്ഞ കാര്യം എൻ്റെ ലൈഫിലില്ല. വാക്കിങ്ങും എക്സസൈസും ജോഗിങ്ങും ഒന്നുമില്ല. ഞാനിങ്ങനെ മരപ്പാവിനെ പോലെ ഇരുന്ന് പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു ഡയഗ്നോസ് കഴിഞ്ഞ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ എല്ലാവരും വന്ന് ചേച്ചി വെയിറ്റ് ഗെയിൻ്റെ വീഡിയോ ഇടുന്നത് ഇത്രയും വെയിറ്റ് ഞാൻ കൂടിയത് എനിക്ക് PCODയും ഹെൽത്ത് ഇഷ്യൂസും ഉള്ളതുകൊണ്ടാണ്. പിന്നെ വെയിറ്റ് നമുക്കൊരു മോഡറേറ്റ് ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഐഡിയാസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഞാൻ ഐഡിയ പറഞ്ഞുതരാം. കാരണം ഞാൻ 2 ഘട്ടത്തിൽ കൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ്. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നമുക്ക് നല്ല രീതിക്ക് വർക്കൗട്ടും കാര്യങ്ങളും ഉണ്ട്, ഫുഡ് ഉണ്ട്. അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ നമുക്ക് വർക്കൗട്ട് ഉണ്ട്, ഫുഡ് കൺട്രോൾ ഉണ്ട്. അപ്പൊ ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ ഒന്ന് ഇടുക. പിന്നെ നിങ്ങളുടെ PCOD സ്റ്റോറീസ് ഉണ്ടെങ്കിൽ അതും കൂടെ എനിക്കൊന്ന് ഷെയർ ചെയ്യുക. ലൈക്ക് കമന്റ് ആയിട്ടോ അങ്ങനെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുത്തേക്കാം, അതിൽ മെസ്സേജ് അയക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ PCOD എങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ സിംറ്റംസ് ആയിരിക്കും. ചിലർക്ക് നല്ല ഹെയർ ഗ്രോത്ത് കാണും, ചിലർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും, ചിലർക്ക് പിമ്പിൾസ് ഒരുപാട് കാണും. എനിക്കിത് ഈ ഒരു കഴുത്തിന്റെ ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഇവിടെ ബോഡി ആക്നെ ഒരുപാട് കൂടിയിട്ടുണ്ട്. അതെനിക്ക് PCOD വന്നതിന് ശേഷമാണ് എനിക്ക് കൂടിയത്. അപ്പൊ എനിക്ക് എല്ലായിടത്തും പറയാനുള്ള കാര്യം, ഹെൽത്ത് ഓക്കെ അല്ലാന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ, പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, എല്ലാവരും ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. ഇനിയിപ്പോൾ ബോയ്സ് ആണ് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അവർക്ക് ഇങ്ങനത്തെ കേട്ടറിവ് എന്തെങ്കിലും, അവർക്ക് പീരീഡ്സ് ആവുന്നില്ലെന്ന് കേട്ടറിവ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു അവസരത്തിൽ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, ഇതുപോലത്തെ വെയിറ്റ് ഗെയിൻ വെയിറ്റ് ലോസ് വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഫാഷൻ ബ്യൂട്ടി ട്രെൻഡിങ് ക്ലിക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ, കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നെ പള്ളിക്കമ്പി പ്ലെയിൻ കമ്പി കിട്ടിയിട്ടുണ്ട്. പള്ളിക്കമ്പിയും പ്ലെയിൻ കമ്പിയും ഹെയർ ബോട്ടോക്സും ആണ് എൻ്റെ ലോങ് വീഡിയോയിൽ ഇപ്പോഴത്തെ പുതിയ കണ്ടന്റ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ സജഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമന്റ് ഇടുക. പിന്നെ PCOD പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കമന്റ് ഇടുക. നമുക്ക് ഇനി എന്ത് വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക, ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോന്റെ വെയിറ്റ് ഗെയിൻ്റെ എൻ്റെ PCODയുടെ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.